ഒരു നാടിനെ ഒന്നാകെ നടുക്കിയ തിരുവനന്തപുരം കഠിനകുളത്തെ കൊലപാതകത്തിന് പിന്നിൽ യുവതിയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്ത്. 2 ദിവസത്തെ ഊർജിത അന്വേഷണത്തിനൊടുവിലാണ് കൊല്ലം സ്വദേശി ജോൺസണാണ് കൊലയാളിയെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. ഇയാളെ കണ്ടെത്താനായി ലുക്കൌട്ട് നോട്ടീസും പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രതിയെന്ന് സംശയിക്കുന്ന ജോൺസൺ കൃത്യം നടത്തിയ ശേഷം ട്രെയിൻ മാർഗം നാടുവിട്ടെന്നാണ് സൂചന. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് ജോൺസണെ കണ്ടെത്താനായി അന്വേഷണം നടത്തുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ചൊവ്വാഴ്ച രാവിലെയാണ് കഠിനകുളത്തെ വീട്ടിലെത്തി യുവതിയെ ആതിരെ ഇൻസ്റ്റഗ്രാം സുഹൃത്ത് കൊലപ്പെടുത്തിയതായി കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ജോൺസണാണ് കൊലയാളിയെന്ന് പോലീസിന് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത് വിനോദ്? ടോം, ഈ കൊലപാതകം നടക്കുന്നതിനും 2 ദിവസം മുൻപ് തന്നെ ആ പരിസരത്ത് ജോൺസൺ എത്തിയിരുന്നു. ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചിരുന്നു. ജോൺസൺ കത്തിയുമായി ഈ ലോഡ്ജിൽ നിന്ന് ആതിരയുടെ വീട്ടിലേക്ക് പോകുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇതോടുകൂടിയാണ് കൊലപാതകി ജോൺസൺ തന്നെ എന്ന് സ്ഥിരീകരിക്കാനായത്. കൂടുതൽ കാര്യങ്ങൾ കൂടി ഇപ്പോൾ വെളിപ്പെടുകയാണ്. ഇവർ ഏതാണ്ട് 1 വർഷത്തിന് മുകളിലായി പരിചയപ്പെട്ടു. 7 മാസം മുൻപ് തന്നെ ആതിരയുടെ ഭർത്താവ് രാജീവ് ഈ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു. രാജീവ് ഈ ബന്ധം അവസാനിപ്പിക്കണമെന്ന് ആതിരയോട് പറഞ്ഞെങ്കിലും ഈ ബന്ധം തുടർന്നു വരികയായിരുന്നു. ഇതിനിടെ പല കുറി ജോൺസൺ ഇവരുടെ വീട്ടിൽ വന്നുപോയി. ഈ കൊലപാതകം നടക്കുന്ന ചൊവ്വാഴ്ച പോലും രാജീവ് ഈ ക്ഷേത്രത്തിൽ പൂജാരിയാണ്. രാജീവ് പോയ ശേഷം ജോൺസൺ അവിടേക്ക് വരുന്നു. ആതിര ചായ കൊടുക്കുന്നു. അതിനുശേഷമാണ് ഈ കൊല നടക്കുന്നത്. പോലീസ് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: പലതവണയായി ആതിരയിൽ നിന്ന് ജോൺസൺ പണം വാങ്ങിയിട്ടുണ്ട്. കൊല്ലം സ്വദേശിയാണ്, ദളവാപുരം സ്വദേശിയാണ് ജോൺസൺ പിന്നീട് എറണാകുളത്തേക്ക് പോവുകയും അവിടെ ഒരു വിവാഹം കഴിക്കുകയും ആ ബന്ധത്തിൽ 3 കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ചെല്ലാനത്താണ് ഇങ്ങനെ വിവാഹം കഴിച്ച് അവിടേക്ക് മാറുന്നത്. ഈ ബന്ധം വേർപെട്ട ശേഷമാണ് ആതിരയുമായി ഇൻസ്റ്റാഗ്രാമിലൂടെ അടുക്കുന്നത്. ഏതാണ്ട് 12,000-ഓളം ഫോളോവേഴ്സ് ജോൺസൺ ഉണ്ട്. ആതിരയുമായി അടുപ്പത്തിലാകുകയും പല കുറി തിരുവനന്തപുരത്തേക്ക് വരികയും ചെയ്തു. ഈ പാടിക്കവിളാകം ക്ഷേത്രത്തിന് സമീപമാണ് ഇവർ താമസിക്കുന്നത്. ആതിരയുടെ ഭർത്താവ് രാജീവ് 20 വർഷത്തിലധികമായി പാടിക്കവിളാകം ക്ഷേത്രത്തിൽ പൂജാരിയാണ്. ക്ഷേത്ര ഭരണസമിതി തന്നെ ഇവർക്ക് നൽകിയിട്ടുള്ള വീടാണ്, ഭരണസമിതിയുടെ കീഴിലുള്ള വീടാണ്. ഈ വീട്ടിലാണ് ഭാര്യയും ഭർത്താവും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും വർഷങ്ങളായി കഴിയുന്നത്. ഈ വീട്ടിലേക്ക് പല തവണ ജോൺസൺ വന്നിട്ടുണ്ട്. ഇതേക്കുറിച്ച് രാജീവിനും അറിയാമായിരുന്നു. ആതിരയുടെ വീട്ടുകാർ അവിടെ ഉള്ളപ്പോൾ തന്നെ ജോൺസൺ അവിടെ വന്ന് ബഹളമുണ്ടാക്കുകയും ഒരു ഘട്ടത്തിൽ ആതിര വീട്ടിലേക്ക് പോവുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ വീട്ടിലേക്ക് വീണ്ടും തിരികെ വന്നു. ആതിരയും ജോൺസണും പല തവണ പുറത്ത് സഞ്ചരിച്ച തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇരുവരുടെയും സ്വകാര്യ നിമിഷങ്ങളിൽ ആതിരയുടെ ദൃശ്യങ്ങൾ ജോൺസൺ പകർത്തിയിരുന്നു. ഈ ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പലതവണയായി പണം വാങ്ങിയത്. ഏതാണ്ട് 1 ലക്ഷം രൂപ ആദ്യം വാങ്ങുകയും പിന്നീട് ചെറിയ തുകകൾ വാങ്ങുകയും ഏറ്റവും ഒടുവിൽ ഈ കൊലപാതകത്തിന് തൊട്ട് മുൻപുള്ള ദിവസം ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ, പെരുമാതുറയിലാണ് വാടകയ്ക്ക് ഒരു ലോഡ്ജിൽ മുറിയെടുക്കുന്നത്, അവിടെ താമസിക്കാൻ എത്തുമ്പോൾ പോലും 2,500 രൂപ വീണ്ടും വാങ്ങിയിരുന്നു. ഇങ്ങനെ പണം വാങ്ങുകയും ഏറ്റവും ഒടുവിൽ ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് തന്നോടൊപ്പം വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന് തയ്യാറാകാതെ വന്നതോടെയാണ് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. വധഭീഷണി ഉണ്ടാകുന്നത് ഈ കൊലപാതകം നടക്കുന്നതിനും 1 ആഴ്ച മുൻപാണ്. കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണി ഉണ്ടായി. ഈ സമയത്ത് ഭർത്താവ് രാജീവിനോട് ആതിര ഈ കാര്യം പറഞ്ഞു. പോലീസിൽ പരാതിപ്പെടാമെന്ന് രാജീവ് പറഞ്ഞെങ്കിലും ഇത് നാട്ടുകാരറിയും, അങ്ങനെ അറിഞ്ഞാൽ നാണക്കേടാണ്, ആത്മഹത്യ ചെയ്യും എന്ന് രാജീവിനോട് പറഞ്ഞതായാണ് രാജീവ് പോലീസിന് ഇപ്പോൾ മൊഴി നൽകിയിട്ടുള്ളത്. അങ്ങനെ ഈ അപമാനഭാരം ഉണ്ടാകുമെന്ന കാര്യം കൊണ്ട് ഈ രഹസ്യമാക്കി വെച്ചു. എന്നാൽ ഈ കൊലപാതകത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയായിരുന്നു. കൊലപാതകത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ദിവസവും പുലർച്ചെ 5 മണിക്കും വൈകിട്ട് 5 മണിക്കുമാണ് രാജീവ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് രാവിലെ 5 മണിക്ക് പോയാൽ 11:30 മണിയോടുകൂടിയാണ് വീട്ടിൽ തിരികെ എത്തുന്നത്. സ്ഥിരമായി അങ്ങനെയാണ് വീട്ടിലേക്ക് വരുന്നത്. ഇതിനിടയിൽ ആതിര ക്ഷേത്രത്തിലേക്ക് പല ദിവസങ്ങളിലും പോകാറുണ്ട്. പക്ഷേ ഈ സംഭവം നടന്ന ദിവസം 8:30 മണിക്ക് 2ാം ക്ലാസ്സുകാരനായ മകനെ സ്കൂൾ വാനിൽ ആതിര കയറ്റി വിടുന്നു. അതിനുശേഷം വീട്ടിലേക്ക് പോകുന്നു. മുന്നിലെ വാതിൽ കുറ്റിയിട്ട നിലയിലായിരുന്നു. പിറകുവശത്തുകൂടിയാണ് ഈ കൊലപാതകി അതിനുള്ളിൽ പ്രവേശിച്ചതെന്ന് ആണ് അങ്ങനെ കരുതുന്നത്. തൊട്ടടുത്ത വീടിന്റെ മതിൽ ചാടിക്കടന്ന് വീടിന് പിറകിലെത്തുകയും അതുവഴി വീടിനുള്ളിൽ പ്രവേശിക്കുകയുമായിരുന്നു. ഈ കൊലപാതകത്തെ സംബന്ധിച്ചൊരു ദുരൂഹത നിലനിൽക്കുന്നത് തൊട്ടടുത്ത് തന്നെ വീടുകളുള്ളതാണ്. ഒരു തയ്യൽക്കട അതിനടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ തയ്യൽക്കടയിൽ ആളുണ്ടായിരുന്നു. ഒരു ശബ്ദമോ ബഹളമോ നിലവിളിയോ പോലും
ഈ വീട്ടിൽ നിന്നുണ്ടായില്ല എന്നതാണ് ഈ കൊലപാതകത്തെ സംബന്ധിച്ച് വലിയ ഒരു ദുരൂഹതയായി അവശേഷിക്കുന്നത്. അവിടെ കരുതുന്നത് ഇങ്ങനെയാണ്, മയക്കുമരുന്ന് എന്തെങ്കിലും നൽകിയിട്ടുണ്ടാകാം, അതിനുശേഷമാണ് ഈ കൊലപാതകം എന്നാണ്. അവിടെ ജോൺസന് ചായ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വരുമ്പോൾ തന്നെ, അതായത് ഒരു കൊലപാതകം അത് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നു. തുടക്കം മുതൽ ഈ കേസിനെ പോലീസിനെയും കുഴപ്പിച്ച കാര്യം വിനോദ്. ഈ ഒരു സംഭവം നടന്ന് മണിക്കൂറോളം ഇതിനെക്കുറിച്ച് പുറംലോകം അറിഞ്ഞില്ല. വിനോദ് സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്ത് വീടുമുണ്ട്, മറ്റ് സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഭർത്താവ് ക്ഷേത്രത്തിൽ നിന്നും തിരികെ എത്തിയ ശേഷം, പൂജാരി തിരിച്ചെത്തിയ ശേഷമാണ് ഈ ഒരു കൊലപാതക വിവരം, ഭാര്യ ആതിരയെ കൊലപ്പെടുത്തിയ വിവരം പുറംലോകം അറിയുന്നത്. ആ സമയം കൊണ്ട് തന്നെ ഇയാൾ രക്ഷപ്പെട്ടിരിക്കാം. ഈ മറ്റ് സമീപത്ത് CCTV ദൃശ്യങ്ങളോ മറ്റോ ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് ട്രെയിൻ മാർഗമാണ് രക്ഷപ്പെട്ടതെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സംസ്ഥാനം വിട്ടിരിക്കാം. ഇതിന് ഏതെങ്കിലും തെളിവായി CCTV ദൃശ്യങ്ങളോ മറ്റോ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ വിനോദ്? ഈ കത്തിയുമായി വരുന്ന ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ലോഡ്ജിൽ നിന്ന് കത്തിയുമായി വരുന്നതടക്കമുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഈ കൊലപ്പെടുത്തിയ കത്തി അത് ആ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന കത്തിയല്ല. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ഒരാൾ വരികയും അയാൾ കയ്യിൽ കരുതിയതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. വീട്ടിലുള്ള ഒരു ആയുധം കൊണ്ടല്ല ആ കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഈ കൊലയ്ക്ക് ശേഷം പ്രതി ജോൺസൺ ആതിരയുടെ തന്നെ ഇരുചക്ര വാഹനത്തിലാണ് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. അത് തീർച്ചയായും നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ഈ കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെടുക എന്ന കാര്യമാണ്. അവിടെ എത്തിയ ശേഷം കൗണ്ടറിന് സമീപം ഈ സ്കൂട്ടർ ഉപേക്ഷിക്കുന്നു. പിന്നീട് തൊട്ടടുത്ത് വന്ന ട്രെയിനുകളിൽ ഏതെങ്കിലും ഒരു ട്രെയിനിൽ പ്രതി സഞ്ചരിച്ചിട്ടുണ്ടാകാമെന്നാണ് കരുതുന്നത്. ഈ സ്കൂട്ടർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലഭിച്ചതുകൊണ്ടാണ് അത്തരത്തിൽ പ്രതി കടന്നു കളഞ്ഞു എന്ന് കരുതുന്നത്. മാത്രമല്ല, ഈ പ്രതി സഞ്ചരിച്ചേക്കാവുന്ന ട്രെയിനുകളുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. പ്രതിയുടെ ഫോണാകട്ടെ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള ഒരു തുടരൽ അതിന് പ്രയാസമുണ്ട്, ട്രേസ് ചെയ്യുന്നതിനുള്ള പ്രയാസമുണ്ട്. എങ്കിൽ തന്നെയും ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ എറണാകുളം അടക്കമുള്ള ജില്ലകളിൽ അന്വേഷണം നടക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിച്ചേക്കും. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 4 ടീമുകളാണ് ഈ സംഘങ്ങളായി 4 ടീമുകളാണ് പ്രത്യേകം തിരിഞ്ഞ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. പ്രതിയുടെ കാര്യത്തിൽ ആദ്യം രാജീവ് നൽകിയ മൊഴികളിൽ ചില അവ്യക്തതകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതി ആര് എന്ന് സ്ഥിരീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായി. മാത്രമല്ല, അച്ചായൻ എന്നാണ് ആതിര ഈ പ്രതിയെ വിളിച്ചിരുന്നത്. ഇയാളുടെ യഥാർത്ഥ പേരോ സ്ഥലമോ പോലും കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആതിരയുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഇവർ തമ്മിലുള്ള നേരത്തെ നടന്ന ചാറ്റുകളുടെ മറ്റു വിവരങ്ങളും ചില ഫോട്ടോസും ലഭിക്കുന്നത്. ഇതുവഴിയാണ് യുവതിയെ ഈ ചിത്രങ്ങൾ വെച്ചാണ് ഭീഷണിപ്പെടുത്തിയിരുന്നതെന്ന കാര്യം മനസ്സിലാക്കുന്നത്. നാട്ടുകാർ പറയുന്നത് അസ്വാഭാവികമായി ഈ സമീപകാലത്തൊന്നും ആതിരയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റമോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടില്ല. സാധാരണ നിലയിൽ കാണുന്നത് പോലെയാണ് ആതിര കാണപ്പെട്ടത് എന്നതാണ്. പക്ഷേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതിൽ നിന്ന് അറിയാൻ കഴിയുന്നത് 7 മാസമായി ഈ വിവരം ഭർത്താവ് രാജീവിന് അറിയാമായിരുന്നു. ഇക്കാര്യം വിലക്കിയിരുന്നു. പക്ഷേ ഇവർ ബന്ധം തുടരുന്ന നിലയുണ്ടായി. ഏറ്റവും ഒടുവിൽ കുടുംബത്തെ ഉപേക്ഷിച്ച് തന്നോടൊപ്പം വരണമെന്ന ആവശ്യം ജോൺസൺ മുന്നോട്ട് വയ്ക്കുന്നു. കൊല്ലം സ്വദേശിയാണ്. എറണാകുളത്ത് നിന്ന് വിവാഹം കഴിക്കുകയും പിന്നീട് ആ ബന്ധം തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രണയക്കെണിയാണ്, സമൂഹ മാധ്യമങ്ങളിലെ ഒരു പ്രണയക്കെണിയാണ് ആതിരയുടെയും ഈ പൂജാരിയായിട്ടുള്ള ഭർത്താവിന്റെയൊക്കെ ജീവിതം, കുടുംബജീവിതം തന്നെ തകർത്തത്. വിനോദ്, ഇവിടെ ഈ റീൽസുകളിലൂടെയാണ് ഇരുവരും തമ്മിൽ, ഈ ജോൺസണും ആതിരയും തമ്മിൽ പരിചയപ്പെട്ടത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. പിന്നീട് റീൽസുകൾ പരസ്പരം കൈമാറുന്നു, സ്വകാര്യ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുന്നു. ആ ദൃശ്യങ്ങൾ, സ്വകാര്യ ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയെടുക്കുന്നു. ഇത് ഈ സാമ്പത്തിക ഇടപാട് തന്നെയാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ വിനോദ്? ആ നിലയ്ക്ക് തന്നെയാണ്. സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് കൂടെ ചെല്ലാൻ വിസമ്മതിച്ചതാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഫിസിയോതെറാപ്പിസ്റ്റാണ് ജോൺസൺ എന്ന ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കാനാവുന്നില്ല. കൊല്ലം ദളവാപുരം സ്വദേശിയാണ്. അവിടെയുള്ള കുടുംബ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നേരത്തെ ഏതെങ്കിലും ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടോ എന്ന കാര്യമടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ ആ വീട്ടിൽ ഇടയ്ക്കിടെ വന്നു പോയിരുന്നു എന്നത് ഒരു വസ്തുതാപരമായ കാര്യമാണ്. അത് വീട്ടുകാർക്കറിയാമായിരുന്നു, ഭർത്താവിനറിയാമായിരുന്നു, മറ്റ് ചില ബന്ധുക്കൾക്കും ഇതേക്കുറിച്ച് ചില സൂചനകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. കാരണം ഇവിടെ വന്ന് ബഹളമുണ്ടാക്കുമ്പോൾ മറ്റ് ചില ബന്ധുക്കൾ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഇവരുമായി അടുത്ത ബന്ധമുള്ള ആളുകൾക്ക് ഇതേക്കുറിച്ച്
നേരത്തെ ചില സൂചനകൾ ലഭിച്ചിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല ഈ വധഭീഷണി ഉണ്ടായിരുന്നെങ്കിൽ കൂടി കൊലപ്പെടുത്തുമെന്ന് ആതിര അങ്ങനെ അങ്ങ് കരുതിയിരുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം അങ്ങനെ ഒരു കൊലപാതകി വരുമ്പോൾ സ്വാഭാവികമായി ചായ തയ്യാറാക്കി നൽകുകയോ ആ തരത്തിൽ ആ കൊലപാതകിയെ കാണുമ്പോൾ തന്നെ ബഹളമുണ്ടാക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു ബഹളമോ നിലവിളിയോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഈ ഭീഷണി അത്ര കണ്ട് കാര്യമാക്കി എടുത്തിരുന്നില്ല എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ തന്നെ കൊലപ്പെടുത്തില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ടാകണം. പിന്നീട് എപ്പോഴെങ്കിലും അവർ ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കാം എന്ന നിലയിലേക്ക് എന്തെങ്കിലും പോയിട്ടുണ്ടാകണം എന്നുകൂടി പോലീസ് കരുതുന്നുണ്ട്. ഏതായിരുന്നാലും കഴുത്തറുത്താണ്, ഏതാണ്ട് കഴുത്തിന്റെ പകുതിയോളം ഭാഗം അറുത്ത് മാറ്റിയ നിലയിലാണ്, ഏതാണ്ട് തൂങ്ങിയ നിലയിലായിരുന്നു കഴുത്തുണ്ടായിരുന്നു. പകുതിയിലധികം ഭാഗം ആഴത്തിൽ മുറിവുണ്ടായ നിലയിൽ. ഒരു പ്രൊഫഷണൽ ഒരു കൊലയാളിയുടെ രീതി അതാണ് ജോൺസൺ നടത്തിയ കൊലപാതകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വിനോദ്. കാരണം ഇത് പുറലോകം അറിഞ്ഞില്ല, കഴുത്തു മുറിച്ച് കൊലപ്പെടുത്തുന്നു. ഇത്രയും തൊട്ടടുത്ത് വീടുകൾ ഉണ്ടായിട്ട് പോലും അതാരും അറിഞ്ഞില്ല എന്ന് പറയുന്നു. മാത്രമല്ല അതിനുശേഷം അയാൾ രക്ഷപ്പെടുന്നു. അങ്ങനെ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം നടത്തുക, ഇയാളുടെ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതല്ലേ? ഇങ്ങനെ സ്ത്രീകളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ കാട്ടി അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുന്ന ഒരു രീതിയൊക്കെ ജോൺസൺ ഉണ്ടോ? ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ്? പോലീസ് അതേക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. കൊല്ലത്ത് ആ തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ദീർഘനാൾ മുമ്പ് തന്നെ കൊല്ലത്ത് നിന്ന് ചെല്ലാനത്തേക്ക് മാറിപ്പോയിരുന്നു. അവിടെയാണ് ഇയാൾ വിവാഹം കഴിക്കുന്നത്. ആ ബന്ധത്തിൽ 3 കുട്ടികളുണ്ട്. പിന്നീട് ആ ബന്ധം മോശമാവുകയും ബന്ധം വേർപെടുത്തുകയും ചെയ്തു. തുടർന്നാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമാകുന്നത്. അങ്ങനെ ഇൻസ്റ്റ വഴി ആതിരയെ പരിചയപ്പെടുന്നു. ഇരുവരും തമ്മിൽ റീൽസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുകയും ആ തരത്തിൽ അത് തയ്യാറാക്കുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്യുന്നു. ഇതിനിടയിലാണ് അവർ കൂടുതൽ അടുപ്പത്തിലേക്ക് പോകുന്നത്. ഈ അടുപ്പമാണ് പിന്നീട് കൊലപാതകത്തിൽ കലാശിച്ചതും. ഇവർ രണ്ടുപേരും യാത്രകൾ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഇവർ പല സ്ഥലങ്ങളിലും ഒരുമിച്ച് പോയി. അതിന്റെ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ യുവതിയുടെ സ്കൂട്ടർ, ഒരുപക്ഷെ ആ താക്കോൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീടിനുള്ളിൽ ഉണ്ടാകും. അത് കൃത്യമായി പ്രതിക്ക് എടുക്കാൻ കഴിയണമെങ്കിൽ, വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ, അതിനടുത്ത് നിന്ന് മതിൽ ചാടി വീട്ടിൽ വരണമെങ്കിൽ, ഇതൊക്കെ തന്നെ നേരത്തെ പല കുറി ആ വീട്ടിൽ വരികയും അവിടുത്തെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടുകയും അല്ലെങ്കിൽ ആ അന്തരീക്ഷം മനസ്സിലാക്കുകയും ചെയ്ത ആളാണ് പ്രതി. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവിടെ എത്താൻ കഴിയുകയും അതിനടുത്ത് ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുന്നു. സൗകര്യം പോലെ ഈ വീട്ടിലേക്ക് വരുന്നു, കൊല നടത്തുന്നു. ഇതേ വീട്ടിലെ സ്കൂട്ടറുമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു, അവിടുന്ന് കടന്നു കളയുന്നു. ഇതെല്ലാം ചെറിയ സമയത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. 8:30 ആതിര കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുന്നു. അതിനുശേഷമാണ് ഈ 11:30 മണിയോടുകൂടി ഭർത്താവ് മൃതദേഹം കാണുന്നു. ഇതിനിടയിലാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചെങ്കിലും കൂടുതൽ വ്യക്തത ഉണ്ടാകുന്നില്ല. ആതിരയ്ക്ക് പോലും ഇയാളുടെ യഥാർത്ഥ പേരോ അല്ലെങ്കിൽ സ്ഥലമോ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. രാജീവിനോട് അക്കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നില്ല. രാജീവിന് ആദ്യം മൊഴിയെടുക്കുന്നു പോലീസ്. പക്ഷേ ഈ ബന്ധം ഉണ്ടായിരുന്നു എന്ന കാര്യം രാജീവ് പറയുന്നുണ്ട്. അവിടെയും ചില മൊഴികളിൽ ഒരു വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ആവർത്തിച്ച് മൊഴിയെടുക്കുന്നു. ഏതായിരുന്നാലും 1.5 ദിവസം കഴിയുമ്പോഴാണ് പ്രതിയെ സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞത്. ഈ 1.5 ദിവസത്തെ ഒരു ഗ്യാപ്പ് ഇതിനിടയിൽ ഉണ്ടാകുന്നു. ഈ സമയം കൊണ്ടാണ് പ്രതി രക്ഷപ്പെടുന്നത്. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പോലീസ് സംഘം പ്രകടിപ്പിക്കുന്നുണ്ട്. കേട്ടോ, വ്യക്തമാണ്. വി വിനോദാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കഠിനംകുളത്ത് ആതിര എന്ന വീട്ടമ്മയെ കഴുത്തു മുറിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി ഇൻസ്റ്റഗ്രാം സുഹൃത്താണ്. കൊല്ലം സ്വദേശിയായിട്ടുള്ള ജോൺസൺ ആണെന്ന് തിരിച്ചറിഞ്ഞത്. ഈ സംഭവം നടന്ന ശേഷം, അതായത് കൃത്യം നടത്തിയ ശേഷം ജോൺസൺ ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടെന്നാണ് സൂചന. ഇരുവരും തമ്മിലുള്ള ഈ സൗഹൃദം, വഴിവിട്ട സൗഹൃദം, അത് പിന്നെ സാമ്പത്തിക ഇടപാടായി മാറുന്നു. അതിനിടെ ബ്ലാക്ക് മെയിലിംഗ്, ഈ യുവതിയുടെ ആതിരയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ കാട്ടി ജോൺസൺ ഭീഷണിപ്പെടുത്തുന്നു, പിന്നീട് പണം തട്ടുന്നു. ഏറ്റവും ഒടുവിലത് കൊലപാതകത്തിൽ കലാശിക്കുകയാണുണ്ടായത്. സംഭവം നടന്ന് 2 ദിവസത്തിന് ശേഷവും പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. 4 അംഗ സംഘമായി തിരിഞ്ഞാണ് പ്രതിക്ക് വേണ്ടി സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം നടത്തുന്നത്.